ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, പഴുതടച്ച പ്രതിരോധ നീക്കങ്ങളാണ് നമ്മുടെ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വമ്പൻ കരാറുകൾ, അതായത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ കരാർ പോലെയുള്ള വമ്പൻ കരാറുകൾ ഓരോ സ്ഥലത്ത് ഇന്ത്യ കെട്ടിപ്പടുക്കുമ്പോഴും പ്രതിരോധ രംഗത്ത് ഇന്ത്യ ഏത് തരത്തിലാണ് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ തങ്ങളെ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ പ്രതിരോധ രംഗത്ത് ഞങ്ങളുമായി കൈകോർത്താൽ എന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇന്ത്യ എല്ലാ രാജ്യങ്ങൾക്ക് മുന്നിലേക്കും വയ്ക്കുന്നുണ്ട്. ആ ചോദ്യം മാത്രമല്ല, ആ ചോദ്യത്തിന്റെ മറുപടിയും ഇന്ത്യ വയ്ക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ GCC രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യ ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രതിരോധ ശക്തിയായി ഉയർന്നു വരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം UAE-യുമായിട്ട് നമ്മളൊരു ഡിഫൻസ് കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. UAE-യുടെ ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പുള്ളി ഇന്ത്യയിൽ വന്ന് 3 മണിക്കൂറിൽ ഒരു കരാർ ഒപ്പിട്ട് പോയി. അപ്പോ മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യ വലിയൊരു ശക്തിയായി ഉയർന്നു വരികയാണ്. ഈ മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യ ഉയർന്നു വരുമ്പോൾ തന്നെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമ്മൾ ഒരു മെഡിറ്ററേനിയൻ ക്വാഡ്, യൂറോപ്യൻ മെഡിറ്ററേനിയൻ സീയിൽ രൂപീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഈ മെഡിറ്ററേനിയൻ ക്വാഡ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വരാൻ പോകുന്ന രാജ്യങ്ങൾ ഗ്രീസ് ഉണ്ട്, സൈപ്രസ് ഉണ്ട്, ഇസ്രായേൽ ഉണ്ട്, കൂട്ടത്തിൽ ഇന്ത്യയും ഉണ്ട് എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഗ്രീസ്, സൈപ്രസ്, ഇസ്രായേൽ ചട്ടക്കൂട് ഈ കിഴക്കൻ മെഡിറ്ററേനിയനിലെ സുരക്ഷാ താല്പര്യങ്ങളിൽ വേരൂന്നി ഉള്ള ഒരു ചട്ടക്കൂടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നമുക്കറിയാം, ഈ മിഡിൽ ഈസ്റ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യ, UAE, ഇസ്രായേൽ, ഇന്ത്യ, ഈ 3 രാജ്യങ്ങൾ ചേർന്നാണ് അവിടെ ഒരു സഖ്യം രൂപീകരിക്കാൻ പോകുന്നത്. മെഡിറ്ററേനിയനിലേക്ക് വരുമ്പോൾ അവിടെ സൈപ്രസ്, ഗ്രീസ്, പിന്നെ ഇന്ത്യ, ഇസ്രായേൽ, ഈ രാജ്യങ്ങൾ ചേർന്നാണ് സഖ്യം രൂപീകരിക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യക്ക് വളരെ വലിയ ഒരു തീരുമാനങ്ങൾ, അല്ലെങ്കിൽ വളരെ വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഈ ഓരോരോ സഖ്യം രൂപീകരിക്കുമ്പോഴും ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ്. പോരാത്തതിന് ഈ മെഡിറ്ററേനിയൻ കേന്ദ്രീകൃതമായിട്ടുള്ള ഗ്രൂപ്പിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരുന്നത് ഒരു സുപ്രധാന ഭൗമരാഷ്ട്രീയ മാറ്റമായിരിക്കും എന്നുള്ളതും അവിടെയുള്ള രാജ്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. നമുക്കറിയാം, കുറച്ച് നാൾ മുമ്പ് നമ്മൾ കണ്ടതാണ്, ഇന്ത്യയുടെ ത്രിഖണ്ഡ് എന്ന് പറയുന്ന ഇന്ത്യയുടെ കപ്പൽ അവിടെ സംയുക്ത സൈനികാഭ്യാസത്തിന് പോവുകയും തുർക്കി അതിനെ തടയാൻ വന്നതും തുർക്കിയെ നമ്മൾ വിരട്ടി ഓടിച്ചതും ഉള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ മെഡിറ്ററേനിയനിൽ ഈ ക്വാഡ് രൂപീകരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു രാജ്യം തുർക്കിയാണ് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. തുർക്കിയാണ് നമ്മൾ അവിടെ ലക്ഷ്യമിടുന്നത് എന്ന വാർത്തകൾ പുറത്തു വരുന്നത് മാത്രമല്ല, മറ്റ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ യൂറോപ്പിലേക്കുള്ള ഇന്ത്യയുടെ ഒരു കടന്നുകയറ്റം, അവിടെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ അങ്ങ് പൂജിക്കാനിരിക്കുന്ന ഒരു രാജ്യങ്ങളുമല്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പോളണ്ടിന്റെ വിദേശകാര്യമന്ത്രി നമ്മുടെ രാജ്യത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹം നമ്മുടെ രാജ്യത്ത് വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നമ്മുടെ രാജ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനുമായിട്ട് ഒരു കരാറുകളിലും നിങ്ങൾ ഏർപ്പെടരുത്, അല്ലെങ്കിൽ ഏർപ്പെട്ടോളൂ, പക്ഷെ ഇന്ത്യക്ക് ദോഷകരമായി അത് ഭവിക്കരുത്. അങ്ങനെ ഭവിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി പോളണ്ടിന്റെ വിദേശകാര്യമന്ത്രിയോട് പറഞ്ഞു. അപ്പൊ യൂറോപ്പിലും ഇന്ത്യ ഒരു നിർണായകമായിട്ടുള്ള ഒരു ശക്തിയായി മാറാനുള്ള ആദ്യത്തെ ചുവടുവയ്പ് തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ളതല്ലേ ഈ മെഡിറ്ററേനിയൻ ക്വാഡ് എന്ന് പറയുന്ന ആ ഒരു ക്വാഡ് രൂപീകരിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് തോന്നുന്നത്? അതായത് നമ്മുടെ രാജ്യം ഒരു ഇത്തരം കാര്യങ്ങളിൽ അങ്ങനെ വലിയ നിലപാടൊന്നും, നമ്മുടെ ചേരാ നയം തന്നെയായിരുന്നു. അതായത് ഗ്യാലറിയിൽ ഇരുന്ന് എന്നും കളി കാണാൻ പെട്ടിട്ടുള്ള ഒരു രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം. പക്ഷെ നമ്മുടെ രാജ്യത്തിന് ഭീഷണി എന്ന് പറഞ്ഞാൽ വലിയ ഭീഷണിയാണ്. നമ്മുടെ രാജ്യത്തിന് പ്രധാനപ്പെട്ട ഭീഷണി എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയോ ഇല്ലെങ്കിൽ ചൈന പോലുള്ള രാജ്യങ്ങള് നമ്മളെ നേരിട്ട് ആയിരുന്നില്ല ഭീഷണിപ്പെടുത്തിയിരുന്നത്. അതിനവർ പല രാജ്യങ്ങളും നമുക്കെതിരെ ഉപയോഗിച്ചിരുന്നു. ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, അതുപോലെ തന്നെ സൗദി അറേബ്യ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങള്, യൂറോപ്യൻ രാജ്യങ്ങള്, ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങള്, ഇതെല്ലാം. പക്ഷെ എക്കാലവും യൂറോപ്യൻ രാജ്യങ്ങളിലെ ഫ്രാൻസ് ഇന്ത്യയോടൊപ്പം നിന്നിട്ടുള്ള രാജ്യമാണ്. അത് എടുത്ത് പറയേണ്ട രാജ്യങ്ങളാണ്. അത് ആ ഒരു ആ സഖ്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിർണായക സമയത്ത് ഇന്ത്യക്കൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷെ ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളെ കൊണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ആ ഭീഷണികളെല്ലാം കണ്ട് നമ്മൾ അനങ്ങാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ആയിരുന്നു നമ്മൾ മുമ്പ് കടന്നുപോയതെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. നമ്മൾ മറ്റുള്ളവർക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ശത്രുക്കൾ ഏതൊക്കെയാണോ അവര് ഇങ്ങോട്ട് ഇറക്കിയിരുന്ന തന്ത്രം ഇപ്പൊ നമുക്കറിയാം, ധനുഷിനും അറിയാൻ കഴിയും. മുമ്പൊക്കെ ആളുകൾ പറയുമായിരുന്നു പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കല്ല കേട്ടോ,
പാകിസ്ഥാന്റെ പുറകിൽ ചൈനയുണ്ട്, അമേരിക്കയുണ്ട്, മറ്റുള്ളവരുണ്ട്. ഇങ്ങനെ നമ്മളെ എപ്പോഴും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ബംഗ്ലാദേശ് ഒറ്റയ്ക്കല്ല, ബംഗ്ലാദേശിനോട് പാകിസ്ഥാനുണ്ട്, അവരുണ്ട്, ഇവരുണ്ടെന്ന് പറയും. എപ്പോഴും ഇങ്ങനെ നമ്മളെ ഭീഷണിപ്പെടുത്തി വരി നിർത്തുക എന്നുള്ളതായിരുന്നു ഈ അമേരിക്ക അടക്കമുള്ള, ചൈന അടക്കമുള്ള രാജ്യങ്ങളുടെ എക്കാലത്തെയും ഇത്. ഏറെക്കുറെ നമ്മുടെ ഭരണാധികാരികൾ അതിനൊക്കെ വഴങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇവിടെ നരേന്ദ്രമോദി കൃത്യമായി തന്നെ അതിനുള്ള വല നെയ്ത് പോന്നു എന്നുള്ളതാണ്. ധനുഷ് പറഞ്ഞ ഈ ഒരു മെഡ് കോഡിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് UAE ഇസ്രായേൽ ഇന്ത്യ ബന്ധമാണ്. അതൊരു വലിയ സഖ്യമാണ്. ഒരു പക്ഷേ എത്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സഖ്യം ഉണ്ട് നേരത്തെ തന്നെ. ആ സഖ്യത്തിൽ പക്ഷെ അമേരിക്കയോട് ഉണ്ട്. ആ സഖ്യത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ I2U2 എന്നുള്ള ഒരു സഖ്യമാണ്. I2U2. അതിൽ ഇസ്രായേൽ ഉണ്ട്, ഇന്ത്യ ഉണ്ട്, UAE ഉണ്ട്, ഒപ്പം തന്നെ ഈ പറയുന്ന അമേരിക്കയുണ്ട്. അവര് ആ ലക്ഷ്യം വെച്ചിരുന്ന ആ ഒരു കരാറും എഗ്രിമെന്റും ആ സഖ്യം എന്ന് പറഞ്ഞാൽ ഈ ജലവിതരണ സമ്പ്രദായങ്ങള്, അതുപോലെ തന്നെ AI ഫങ്ഷൻസ്, അങ്ങനെയൊക്കെയുള്ള ചില പരിമിതമായ കാര്യങ്ങളാണെങ്കിൽ ആ സഖ്യം കുറച്ചുകൂടി വിപുലീകരിച്ചിട്ട് അമേരിക്ക ഇല്ലാതെ തന്നെ, അതായത് ഇസ്രയേലും UAEയും തമ്മിൽ 2020 മുതൽ നല്ല അടുത്ത ബന്ധമാണ്. ഈ എബ്രഹാം അക്കോർഡിന്റെ ഭാഗമായിട്ട് തുടങ്ങിയ ബന്ധമാണ്. അതിനുശേഷം ഈ ബന്ധം കുറച്ചുകൂടെ ദൃഢമായി, നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിമാന സർവീസിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ബന്ധം. ഒരുപാട് ഇസ്രായേലി ബിസിനസ്സുകാർ നിക്ഷേപങ്ങൾ UAEയിൽ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു അടുത്ത ബന്ധമാണ്. ഇതേപോലത്തെ ഒരു ബന്ധമാണ് ഇപ്പോൾ ഇന്ത്യക്കുമുള്ളത്. ഇവിടെ ഈ അടുത്ത സമയത്ത് UAE ഇന്ത്യയുമായിട്ട് ഒരു ആയുധ കരാർ കൂടി ഒപ്പിടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഈ ആയുധ കരാർ എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഡിഫൻസ് പാർട്ണറാണ്. ടോപ്പ് ഡിഫൻസ് പാർട്ണറാണ് ഇസ്രായേൽ. അവരുടെ ആയുധങ്ങളാണ് ഇവിടെ നമ്മൾ നിർമ്മിക്കുന്നത്. നമ്മളുടെ ഈ ആയുധങ്ങൾ കൂടി ആണ് UAE ഇവിടെ നിന്ന് വാങ്ങുന്നതിനുള്ള ഒരു വലിയ കരാറ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതും ആ ഒരു കരാറും മുമ്പോട്ട് പോകുന്നതും. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മൾ ഈ ശുദ്ധമായ ഊർജത്തിന് വേണ്ടിയിട്ടും ഭക്ഷ്യസുരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ടും നേരത്തെ ഉണ്ടായിരുന്ന കരാറിനേക്കാൾ വിഭിന്നമായിട്ട് ഒരു ശക്തമായ ഒരു AI-യില്, ഒപ്പം സൈനികം, കാർഷികം, ഒപ്പം തന്നെ ഈ ഡ്രോൺ സംവിധാനം, ഇതിലൊക്കെ നമ്മളൊരു സഖ്യത്തിലേക്ക് നീങ്ങുകയാണ്. അതായത് ഒരു 3 കക്ഷികൾ ചേർന്നിട്ടുള്ള ഒരു സഖ്യം. ഈ സഖ്യത്തെക്കുറിച്ച് അന്താരാഷ്ട്ര വിദഗ്ധർ ഈ സഖ്യത്തെ ചുരുക്കി പറയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ വിപണിയും മനുഷ്യശേഷിയുമുള്ള ഇന്ത്യ, ടെക്നോളജിയിലും ഡിഫൻസിലും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇസ്രായേൽ, പണത്തിലും ലോജിസ്റ്റിക്കിലും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന UAE, ഈ 3 പേരും കൂടി സംയുക്തമായി ചേരുമ്പോൾ അതൊരു ചെറിയ സഖ്യമല്ല, വലിയ സഖ്യം തന്നെയാണെന്നാണ്. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ പാകിസ്ഥാനുമായിട്ടുള്ള ഇഷ്യൂകൾ വരുമ്പോൾ പോലും മിഡിൽ ഈസ്റ്റ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. അവരുമായിട്ട് പെട്ടെന്ന് സമാധാനത്തിൽ, കാരണം നമുക്ക് എണ്ണയ്ക്ക് വേണ്ടി ആകെ ആശ്രയിക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ ഈ ഗൾഫ് രാഷ്ട്രങ്ങളായിരുന്നു, സൗദി അടക്കമുള്ള രാജ്യങ്ങളായിരുന്നു. അന്ന് സൗദി എന്താണോ പറയുന്നത് അതിനെ ഭയന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. ഇതൊന്നും വളരെ പഴക്കമുള്ള ചരിത്രമൊന്നുമല്ല. ഇപ്പം മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, എന്തെങ്കിലും ഒരു വിഷയങ്ങൾ വരുമ്പോൾ ഉടനെ തന്നെ സുഡാപ്പികൾ പോസ്റ്റ് ഇടുന്നത്, സൗദി എണ്ണ തന്നില്ലേ എന്ത് ചെയ്യും, മിഡിൽ ഈസ്റ്റ് എണ്ണ തന്നില്ലേ എന്ത് ചെയ്യും, GCC എണ്ണ തന്നില്ലേ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. ഇന്ന് എവിടെങ്കിലും അങ്ങനത്തെ പോസ്റ്റുകൾ കാണാനുണ്ടോ? എണ്ണ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള പോസ്റ്റ് കാണാനുണ്ടോ? കാണാനില്ല. കാരണം എണ്ണ ഇപ്പൊ ആവശ്യമില്ല. തന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ള നിലയിലേക്ക് നമ്മുടെ രാജ്യം എത്തിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ മാറി വരുന്ന ജിയോ പൊളിറ്റിക്സും കാര്യങ്ങളും നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു സഖ്യം വരുന്നു, ഇതിനപ്പുറത്തേക്ക് ഒരു സഖ്യം. ഈ സഖ്യം പുതിയതല്ല, ഈ മെഡ് സഖ്യം. കാരണം ഞാനും ധനുഷും തമ്മിൽ എനിക്ക് തോന്നുന്നു 2 മാസത്തിന് മുമ്പ് ഒരു ഇതേപോലെ ഒരു അനാലിസിസ് നമ്മൾ ഇരുന്നപ്പോൾ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. നമ്മുടെ ഒരു നാവിക സേനയുടെ കപ്പൽ ഈ പറയുന്ന ഗ്രീസുമായിട്ട് സംയുക്ത നാവിക അഭ്യാസത്തിന് വേണ്ടി തുർക്കിയുടെ അതിരുവഴി പോയി. തുർക്കി ഉടനെ തന്നെ വളഞ്ഞു. അന്ന് അതൊന്ന് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കൂടെ പറഞ്ഞു ഇന്ത്യൻ കപ്പൽ തടഞ്ഞു, മറ്റേത് ചെയ്തു, മറിച്ച്. ശരിക്കും പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് പ്രക്രിയയാണ് നടന്നത്. നമ്മൾ പോയത് യഥാർത്ഥത്തിൽ തുർക്കിയുടെ അതിർത്തി വഴിയല്ല, നമ്മൾ ഇന്റർനാഷണൽ ചാലു വഴിയാണ് നമ്മൾ പോയത്. പക്ഷെ തുർക്കി ഒരു ഷോ കാണിക്കാൻ അവിടെ നടത്തിയ നീക്കമായിരുന്നു. പക്ഷെ നമ്മൾ അറ്റാക്ക് ചെയ്യുമെന്ന് നിലവന്നപ്പോൾ തുർക്കിയുടെ ഈ ഷിപ്പുകൾ അല്ലെങ്കിൽ ബോട്ടുകൾ പിൻവാങ്ങുന്നതായിരുന്നു വാർത്ത. പക്ഷെ കേരളത്തിലടക്കം ആ വാർത്ത വന്നപ്പോൾ തിരിച്ചടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തിരിച്ച് ആ വാർത്തയുടെ കഥ നേരെ തിരിച്ചിട്ടു എന്നുള്ളത്. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് ക്ലിയർ ആയി. നമ്മളത് അതിന്റെ ഒരു റിയൽ വശം എടുത്തിരുന്നു, എന്താണെന്നുള്ളത്, അതിന്റെ കറക്റ്റ് ഷിപ്പിന്റെ പേര് ഉൾപ്പെടെ നമ്മളന്ന് എടുക്കുകയും ചെയ്തിരുന്നു. അപ്പം ഗ്രീസ് തുർക്കിയുടെ ഒരു വലിയ ശത്രുവാണ്. അവർ തമ്മിൽ അതിർത്തി തർക്കങ്ങൾ ഉൾപ്പെടെയുള്ളത് വലിയ വിഷയമായി തന്നെ നിൽക്കുന്നു. സൈപ്രസും തുർക്കിയും തമ്മിലുള്ള കലിപ്പ് അറിയാമല്ലോ. അവിടെ എത്രയോ നാളായിട്ട് അവിടുത്തെ ഒരു സ്ഥലത്തെ ചൊല്ലിയുള്ള തർക്കം നിൽക്കും.
ഇസ്രയേലും തുർക്കിയുമായിട്ട് ഇപ്പോൾ ഏറ്റവും അടുത്ത ശത്രുക്കളാണ്. ഗസയുടെ ഭാഗത്തെങ്ങാനും തുർക്കിയുടെ സൈനികർ വന്ന് അപ്പോഴേ ഞങ്ങൾ ഒന്ന് ഒഴിച്ചുവിടുമെന്നാണ് ഇപ്പൊ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് തുർക്കി എന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്തെ കൂട്ടിക്കെട്ടിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഭീഷണിയാകുമെന്ന് ചിന്തിക്കുന്നിടത്താണ് ഇസ്രായേലും ഇന്ത്യയും ഗ്രീസും ഒപ്പം തന്നെ സൈപ്രസും കൂടെ കൈകോർത്തുകൊണ്ട് ഈ തുർക്കിക്ക് ചുറ്റും ഒരു വലയം സൃഷ്ടിച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. മിഡിൽ ഈസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് തലവേദന സൃഷ്ടിക്കുന്ന പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഒരു താക്കീത്, അതായത് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾക്ക് ചെക്ക് വെക്കാൻ അവിടെ ഒരു ഇടമുണ്ട്. കാരണം ഒരുപക്ഷെ നാളെ ഇറാന്റെ അവസ്ഥ നമുക്ക് പറയാൻ കഴിയില്ല. ആ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ചിന്ന ഭിന്നമാകാം, ചിലപ്പോൾ ഈ ഭരണം അസ്ഥിരതയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിന്ന ഭിന്നമാകാം. പക്ഷെ അവിടെയും നമുക്ക് സ്ട്രോങ് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം ഇപ്പൊ ഈ മിഡിൽ ഈസ്റ്റിലേക്ക് വരുമ്പോൾ ഈ മറ്റിടത്തെ നിലപാടുകളെല്ലാം ഒന്നാണ്. ഏതാ ഈ പറയുന്ന മെഡ്കോഡിനകത്ത് വരുമ്പോൾ നിലപാടെല്ലാം ഒന്നാണ്. ഇസ്രായേലിന്റെ നിലപാടായാലും ഇന്ത്യയുടെ നിലപാടായാലും സൈപ്രസിന്റെ നിലപാടായാലും ഗ്രീസിന്റെ നിലപാടായാലും ഒന്നാ, തുർക്കിയെ പണിയാവുന്നിടത്തോളം പണിയുക. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇവിടെ ചില വിഷയങ്ങളുണ്ട്. UAE-ക്ക് ഗസയിൽ ഉള്ള നിലപാടല്ല ഇസ്രായേലിന് ഗസയിലുള്ള നിലപാട്. അപ്പോ ഇന്ത്യയുടെ നിലപാട് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ സ്വതന്ത്ര പാലസ്തീന് വേണ്ടി പറയുന്നുണ്ട്, എന്നാൽ ഇസ്രായേലിൽ നടക്കുന്ന ഈ ഭീകരവാദം നമ്മൾ എതിർക്കുന്നുമുണ്ട്. ഇവർക്കെല്ലാം 3 പേർക്കും കോമൺ ആയിട്ടൊരു പ്രശ്നങ്ങളുണ്ട്, അതായത് ഭീകരവാദം തന്നെയാണ്. ഇനി 2 പേർക്ക് കോമൺ ആയിട്ടുള്ള പ്രശ്നമുണ്ട്. ഇസ്രായേലിനും UAE-ക്കും കോമൺ ആയിട്ടുള്ള പ്രശ്നം ഇറാനാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ഇറാൻ ഇന്ത്യയുടെ പ്രശ്നമല്ല, ഇന്ത്യയുടെ സുഹൃത്ത് രാഷ്ട്രമാണ്. ഇതിനകത്ത് ചില വൈരുദ്ധ്യങ്ങളുമുണ്ട്, ചില ഒരു സാമ്യതകളുമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സഖ്യം കൂടി നിലവിൽ വരികയാണ്. ഈ സഖ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ പെടുത്തുന്നത് ആരെയെന്ന് വെച്ചാൽ ഈ പാകിസ്ഥാനെയാണ് അക്ഷരാർത്ഥത്തിൽ ഇത് വെള്ളം കുടിപ്പിക്കുന്നത്. അതായത് പാകിസ്ഥാനോട് ചേരുന്നവരെ ഒന്നും എങ്ങും അടുപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ. തുർക്കിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ട് കരാർ ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെ തുർക്കിയുടെ ഇറക്കുമതി, നമ്മുടെ രാജ്യത്തേക്ക് തുർക്കി ഇറക്കുമതി എത്രയായിരുന്നു അറിയാവും? 20.8 ബില്യൺ ഡോളറിന്റെ ഇറക്കുമതിയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഏറ്റവും പുതിയ ഇറക്കുമതിയുടെ കണക്ക് പുറത്തേക്ക് വരുമ്പോൾ അത് വെറും 3 ബില്യണായി കുറഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ കയറ്റുമതി 6.65 ബില്യണിൽ നിന്ന് നമ്മളത് 5.71 കുറയ്ക്കുകയോ മാത്രമല്ല, തുർക്കി വലിയ രീതിയിൽ ഈ ബേക്കറി മിഷണറീസ് അടക്കം വലിയ രീതിയിൽ പഴവർഗ്ഗങ്ങളും ഉണങ്ങിയ പഴങ്ങളും മറ്റും അടക്കം നമുക്ക് ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ആ ഇറക്കുമതി 20.8 ബില്യണിൽ നിന്ന് 3 ബില്യൺ ആകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അളവൊന്ന് നോക്കൂ. ഏതാണ്ട് ഒരു 17 ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഒറ്റയടിക്ക് തുർക്കിക്ക് വന്നിരിക്കുന്നത്. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ വെച്ച കരാർ പ്രകാരം ഇനി തുർക്കിക്ക് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കാനും കഴിയില്ല. അതായത് 20.8 ബില്യൺ ഡോളറിന്റെ കച്ചവടം കിട്ടിയിരുന്നവര് ഇപ്പൊ അക്ഷരാർത്ഥത്തിൽ പൂട്ടിപ്പോയി. കാരണം ഇനി അവർക്ക് ഈ കരാർ പ്രകാരം ഇറക്കുമതി ചെയ്യാനും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ അകമഴിഞ്ഞ് സഹായിച്ച തുർക്കിയെ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ പൂട്ടിക്കെട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ വാക്ക് തന്നെ ആയിരിക്കും കൃത്യമായ ഒരു വാക്ക്. അത് സൈനികപരമായിട്ട് ഈ മെഡ്കോഡിൽ കൂടെ ഒരുക്കുമ്പോൾ സാമ്പത്തികപരമായിട്ട്, അതായത് 2 പ്രഹരങ്ങളാണ് ഒന്നിച്ചു കൊടുത്തിരിക്കുന്നത്. ഒന്ന് സാമ്പത്തിക ഒരു പ്രഹരമാണ് നൽകിയിരിക്കുന്നത് എന്നേക്കുമായി. കാരണം നമ്മൾ യൂറോപ്യൻ യൂണിയനുമായി ഒരു കരാർ ഒപ്പിട്ട സ്ഥിതിക്ക് ഇനി ആ കരാർ പിന്മാറാനോ കരാറിൽ മാറ്റം വരുത്താനോ കഴിയില്ല. അതോടുകൂടിയാൽ തന്നെ അവരുടെ വഴി അടഞ്ഞു എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരു ഇന്ത്യയിലേക്കുള്ള ഒരു വലിയ പ്രഹരം നമ്മളത് നൽകി എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, ഒരു സൈനികപരമായിട്ട് ഒരു സഖ്യത്തിലൂടെ അവർക്കൊപ്പം നമ്മളുമുണ്ട്, അതുകൊണ്ട് അവർ മാത്രമല്ല ഞങ്ങളും നിങ്ങൾക്കൊപ്പം നിൽക്കും എന്നൊരു നിലയിലേക്ക് വരികയും കൂടെ ചെയ്യുന്ന ഒരു സാഹചര്യം. അതായത് അക്ഷരാർത്ഥ തുർക്കി, നമുക്കറിയാം തുർക്കി ആയിരുന്നു ഈ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട് അതിന്റെ തലപ്പത്തെത്താനുള്ള തുർക്കിയുടെ ശ്രമങ്ങൾക്ക് എന്നേക്കുമായി തടയിടുന്നത് ഈ സഖ്യത്തിന് കഴിയും എന്നുള്ള. കാരണം അമേരിക്കയ്ക്ക് തുർക്കിയെടുത്ത് ഇടപെടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നാറ്റോയിൽ പെടുന്ന ഒരു രാജ്യമാണ്, അവർക്ക് ഒരു എൻട്രി കിട്ടേണ്ട ഒരു രാജ്യമാണ്. അതുകൊണ്ട് അമേരിക്ക ഒരിക്കലും വരില്ല. ഒരുപക്ഷെ അമേരിക്ക ഒന്ന് കണ്ണടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ അമേരിക്കയുടെ തന്നെ സഖ്യകക്ഷികൾ ഇസ്രായേൽ ആയാലും ഇല്ലെങ്കിൽ ഗ്രീസ് ആയാലും സൈപ്രസ് ആയാലും ഒക്കെ തന്നെ തുർക്കിക്കെതിരെ പോരാടാൻ യാതൊരു മടിയും കാണിക്കില്ല. ഇനിയിപ്പോൾ അമേരിക്ക കണ്ണടച്ചില്ലെങ്കിൽ അടിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. കാരണം ഈ സിറിയയുടെ അതിർത്തിയിലൊക്കെ കൊണ്ട് തുർക്കി ഡ്രോണുകളും മറ്റുമൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. അത് എടുത്തുകൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പണി നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും ഇന്ത്യയുടെ ഒരു മാസ് മൂവ്മെന്റ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ നരേന്ദ്രമോദി നമ്മുടെ ഡൊണാൾഡ് ട്രംപിനെ കണക്ക് എപ്പോഴും ഈ ഡയലോഗ് അടിക്കുന്ന ഒരു പ്രധാനമന്ത്രിയല്ല. അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുകയാണ്. പിന്നീട് മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ ആ വിവരങ്ങൾ അറിയുന്നത്. ട്രംപ് അങ്ങനെയല്ല, ഒരു കാര്യവും ചെയ്തില്ലെങ്കിലും രാവിലെ മുതൽ രാത്രി വരെ മാധ്യമങ്ങളോട് ബെഡായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്നുള്ള വ്യത്യാസം. അപ്പം
ഇത്തരം വാർത്തകൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ലോകം അറിയുന്നത് ഇങ്ങനെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ. ഏതായാലും വലിയ വാർത്ത എന്ന് തന്നെ നമുക്കിത് പറയേണ്ടി വരും. മിഡിൽ ഈസ്റ്റിലും ഒപ്പം തന്നെ മെഡിറ്ററേനിയനിലും വലിയ ബ്ലോക്കുകൾ അല്ലെങ്കിൽ വലിയ സഖ്യം രൂപീകരിച്ചുകൊണ്ട് വമ്പൻ രാജ്യങ്ങൾക്ക്, ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളായ പാകിസ്ഥാനും തുർക്കിക്കും ഒപ്പം ഇവർക്ക് പരോക്ഷ പിന്തുണ നൽകുന്ന സൗദിക്കുമൊക്കെ വമ്പൻ ചെക്ക് തന്നെയാണ് നരേന്ദ്രമോദി ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഇതിന്റെ ഈ വാർത്തയുടെ എത്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. കാരണം നമ്മളുടെ ഒരു രീതി ഒരു പ്രത്യേകതരം രീതിയാണ്. ഇതിനോട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് പ്രേക്ഷകരോട്. അത് മറ്റൊന്നുമല്ല, നാളിതുവരെ നമ്മൾ കൈയച്ച് സഹായിച്ചിരുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന് കൊടുക്കുന്ന ഫണ്ട് ഈ ബഡ്ജറ്റിൽ, ഇന്നലെ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ബംഗ്ലാദേശിന്റെ ഫണ്ട് പകുതി കണ്ട് വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. അതേ സമയം തന്നെ അഫ്ഗാനിസ്ഥാന് നൽകി വന്ന ഫണ്ട് ഡബിൾ ആക്കുകയും ചെയ്തു. ബംഗ്ലാദേശിൽ നമ്മൾ വെട്ടിക്കുറച്ച് പകുതി ഡബിൾ ആക്കി അഫ്ഗാനിസ്ഥാന്, നേപ്പാളിന് നമ്മൾ വർദ്ധിപ്പിച്ചു, ഭൂട്ടാന് വർദ്ധിപ്പിച്ചു, ശ്രീലങ്കയിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫണ്ടിങ് തുടരും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റുമൊക്കെ വികസിപ്പിക്കാനെന്ന്. അത് കൃത്യമായ സന്ദേശം ഇന്ത്യ ഇപ്പോൾ ലോകത്തിന് നൽകിയിരിക്കുന്നു, ഇല്ലെങ്കിൽ തങ്ങളുടെ അയൽ രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അതായത് ചേർത്ത് നിർത്തേണ്ടവരെ ഞങ്ങൾ നന്നായി തന്നെ ചേർത്ത് നിർത്തിയാണ് പോകുന്നവരെ, അകറ്റി നിർത്തേണ്ടവനെ കൃത്യമായി തന്നെ അകറ്റി നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇന്നത്തെ ആ ബഡ്ജറ്റ് മാത്രം മതിയാകും. ഏതായാലും ബഡ്ജറ്റിനെ കുറിച്ച് പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാകും, നമ്മൾ എന്താണ് അതിനെക്കുറിച്ചിട്ട് അനാലിസിസ് ചെയ്യാത്തതെന്ന്. അതിന് നമ്മളൊരു സാമ്പത്തിക വിദഗ്ധനെ തേടുന്നുണ്ട്. കാരണം നമുക്കത് പറ്റുന്ന ഒരു മേഖലയല്ല. കാരണം നമുക്ക് അത്രത്തോളം ഒരു അറിവ് ഈ മേഖലയിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളതിൽ ചർച്ച ചെയ്യാത്തത്.